ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. 4 ദിവസം നമ്മൾ എടുത്ത വർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ വർക്ക് നമ്മളൊരു കോൺട്രാക്റ്റ് വഴിയാണ് ചെയ്യുന്നത്. ഇതിൽ മെറ്റീരിയലൊന്നും നമ്മളല്ല എടുക്കുന്നത്, മെറ്റീരിയലെല്ലാം വേറെ ടീമാണ് നമുക്ക് എടുത്തു തരുന്നത് കേട്ടോ. നമ്മളിതിൽ വർക്ക് മാത്രമാണ് എടുത്തത്. സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപയ്ക്ക് നമ്മൾ വർക്ക് മാത്രമാണ് എടുത്തത്. അപ്പോൾ ഏകദേശം രാവിലെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയമുള്ളൂ, കാരണം ഞാനും വർക്കിൽ തന്നെയാണ്, വർക്കിംഗ് ടൈം തന്നെയാണ് എനിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. സംഭവം ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇത്രയും ഭംഗിയായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഒരുപാട് മനസ്സിന് ഒരുപാട് തൃപ്തി തോന്നിയൊരു വർക്കാണ് കേട്ടോ ഇത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല വൃത്തിയുള്ള കല്ല് കിട്ടി, അതുപോലെ തന്നെ നല്ല വിരിക്കാൻ പറ്റിയ സ്പോട്ട് കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ കേട്ടോ. ആ ലൈനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് പീസാണ്. ബോക്സ് പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വന്നിട്ടുള്ളത് ഫുൾ സൈസ് കല്ലാണ്. ഫുൾ സൈസ് കല്ല്, അതായത് രണ്ട് സൈഡും ഒരേപോലെ കട്ടിങ് വരുന്ന കല്ല്. സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് കട്ട് കല്ലാണ് വരിക. ഇത് ഫുൾ കട്ട് കല്ലാണ്. ഫുൾ കട്ട് കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അതിൻ്റെ 4 മൂലയും കോണും ഒരേപോലെ ആയിരിക്കും. നമുക്കതും കാണാം കേട്ടോ. അപ്പം ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ഈ കല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയിരിക്കും, കറക്റ്റ് കോണായിരിക്കും. പക്ഷെ നമ്മൾ ഹാഫ് കട്ട് കല്ലെടുക്കുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ അളവ് കയറ്റി ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ വയ്ക്കുന്നതിന് ശേഷമാണ് നമ്മൾ വിരിക്കുക. സംഭവം അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി അതിന് കാണിക്കും, ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനും കാണിക്കും. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 160 രൂപ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ മെറ്റീരിയൽ അടക്കം നമുക്ക് വരും. അതിന് മുകളിലേക്ക് അല്ലാണ്ട് താഴേക്ക് എന്തായാലും വരില്ല. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സാധാരണ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ 2 സൈഡ് മിഷൻ കട്ട് 1 ഇഞ്ചേ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് 2 ഇഞ്ച് കല്ലാണ്, 1 ഇഞ്ചേ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ആ ലൈന് വരെ, അതായത് ആ സ്ക്വയർ പീസ് വരെ നമുക്ക് കറക്റ്റായിട്ട് എഡ്ജ് പോലും പോവാതെ നല്ല വൃത്തിക്ക് കിട്ടിയൊരു സ്റ്റോണാണ് കേട്ടോ ഈ സ്റ്റോണ്. നമ്മൾ ഇതുപോലത്തെ സ്റ്റോണിൽ ഒരുപാട് മുമ്പ് എടുക്കാറുണ്ട്. നമ്മളിതിന് മുമ്പേ വർക്ക് ഈ സ്റ്റോണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. കാരണം അത്രയും 100% വർക്ക് ഫിനിഷായി. അതിനുശേഷമുള്ള അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് ആ വർക്ക് ഫിനിഷ് ചെയ്ത് ഞാൻ തിരിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ല. യൂട്യൂബ് ഇന്നേത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണേ. 18/12/2024 ഈ ദിവസമാണ് നമ്മൾ വർക്ക് തീരുന്നത്. നമ്മൾ വർക്ക് തുടങ്ങിയത് 4 ദിവസം മുമ്പാണ്. ഞായറാഴ്ചയാണ് നമ്മൾ ശനിയാഴ്ചയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമുള്ള വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മൾ ആ ഫസ്റ്റ് ദിവസം നമ്മൾ വിരിച്ച കല്ലുകളാണ്. ഏകദേശം 130ഓളം കല്ലുകൾ നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ദിവസം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് വർക്ക് എടുക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് പിന്നെ ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വിരിച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. 2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഗ്രാസ് വെക്കാനുള്ള ഗ്യാപ്പാണ്. ഗ്രാസ് വെച്ചതും ഒക്കെ നമുക്ക് ഫസ്റ്റ് വന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു സ്ഥലവും അതുപോലെ തന്നെ ഒരു വീടുമാണത് കേട്ടോ. കാരണം നമ്മൾ ആ വർക്ക് ഫിനിഷായതിനു ശേഷം ആ വീടിൻ്റെ മുഖച്ഛായ തന്നെ ആകെ മാറിപ്പോയി. നമുക്ക് ആ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം നമുക്ക് കാണാം. കാരണം ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന രാവിലെ സൈറ്റിലെത്തി നമ്മൾ വീണ്ടും ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇന്നലെ തന്നെ ഏകദേശം 8 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് 600 സ്ക്വയർ ഫീറ്റ് ഒക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പറയും കാണുന്ന ടോട്ടൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത്. ബേക്ക് വശത്ത് ഒരാൾ പിന്നെ ഏകദേശം ഉള്ള ഭാഗത്തെയാണ് നമുക്ക് ഇന്ന് വിരിക്കാനുള്ളത്. ഒരു 70% സെക്ഷന് വിരി കഴിയുന്നതാണ് വിരിച്ചു പോവാണ് സാധാരണ ചെയ്യാറ്. പിന്നെ കട്ടിംഗ് പീസ് വെക്കലും ചിപ്സും കാര്യങ്ങളൊക്കെ അതുപോലത്തെ ചില്ലറ വർക്കുകളൊക്കെയാണ്. നമ്മുടെ അടുത്ത് മുമ്പേ ചിപ്സ് ഇങ്ങനെ ഇവിടെ വഴിയിൽ കിടക്കുന്നതുകൊണ്ട് ഇത് മാറ്റാതെ ഈ ഒരു ഭാഗം വിരിക്കാൻ കഴിയില്ല. അതിലൊരു സ്വാമിയുടെ അളിയനുമാണ്. അപ്പോൾ അവരിങ്ങനെ വർക്ക് എടുക്കുന്നുണ്ട്. കൂടെ ഞാനും അടിപൊളി ഒരു വീടാണ് കേട്ടോ. സ്റ്റോൺ അളവ് കഴിഞ്ഞാണോന്ന് അറിയില്ല, കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതൊക്കെ. പക്ഷെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ തോന്നുന്നു പാലുകാച്ചിൽ കഴിഞ്ഞാലും നമ്മൾ രാവിലെ എത്തി നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം പോവാണ്. അപ്പോൾ ഇനി ഓരോ വീഡിയോയും ഞാൻ അതിനനുസരിച്ചായിരിക്കും എടുക്കുക. ഓരോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത വീഡിയോ എടുക്കുക. കണ്ടോ, നമ്മൾ ഓരോ സെക്ഷൻ മുട്ടി വരൽ തുടങ്ങി. ഇതിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 4 മണി ആയതിനു ശേഷമാണ്. 8 മണിക്ക് ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒരു 4 മണിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.
ആ ഒരു ടൈമിൽ നമ്മൾ വിരിച്ച് തീർന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ ആ ചിപ്സ് ഇട്ടുകൊണ്ടിരുന്ന ഭാഗം കഴിഞ്ഞു. അവിടെ കട്ടിംഗ് പീസ് മാത്രമേ വെക്കാനുള്ളൂ. അതുപോലെ തന്നെ അപ്പുറം വശം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ഭാഗം ആ ഒരു 3 ലൈൻ കൂടി ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷായി. ഏകദേശം ഈ ഒരു ഭാഗം ചെയ്തപ്പോഴത്തേക്ക് തന്നെ വീടിൻ്റെ ആ ഒരു ഭംഗി മാറിയിട്ടോ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഇത്രയും കല്ലൂടെ നമുക്ക് വിരിക്കാനുണ്ട് കേട്ടോ. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റാണ് നമ്മളിവിടെ അളന്ന് വിരിച്ചത്. 2100 സ്ക്വയർ ഫീറ്റും 320 സ്ക്വയർ ഫീറ്റ് ഗ്രാസുമാണ് നമ്മളിവിടെ വിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് കണ്ടു നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് മണ്ണെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഈ കാണുന്നത്. വാട്ടർ ലെവൽ അടിച്ചിട്ടുണ്ട്. വാട്ടർ ലെവലിൽ നമ്മൾ ലെവൽ ചെയ്ത് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വിരിക്കാൻ. അപ്പോൾ അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. ഇതുണ്ട് ഇവിടെ പ്ലസ് ആയിട്ട് വിരിച്ചിങ്ങനെ റെഡിയാക്കി പോകുന്നുണ്ട് ഒരു തലയ്ക്കുന്ന്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ പിന്നെ ഇന്നതാ 3ാമത്തെ ദിവസം വർക്കിന് വന്നതാണ് കേട്ടോ. 3ാമത്തെ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ട് ഫിനിഷിങ് ആവും. ഇന്നലെ തന്നെ ഏകദേശം കല്ലൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് കട്ടിംഗ് പീസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഏകദേശം ഫിനിഷ് ആവും. അപ്പോൾ രാവിലെ വന്നത് അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് പറയാമെന്നുള്ള വിചാരിച്ചിട്ട് മാത്രം വന്നതാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ സൈറ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ അടുത്ത് 1-2 ചില്ലറ സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ് ഇനി നേരെ സൈറ്റിൽ പോയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. 3 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. 3 ദിവസവും ഞാൻ എടുക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അതങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോ നമ്മൾ 3ാമത്തെ ദിവസം രാവിലെ ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇന്നലെയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1600 സ്ക്വയർ ഫീറ്റ് ഇന്നലെ മൊത്തം ടോട്ടൽ നമ്മൾ 2 ദിവസം കൊണ്ട് വിരിച്ച് 1600 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ കട്ടിങ് പീസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യായി. അവൻ്റെ തനി കുണം കാണിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ 6 മണിയായി സമയം. നമ്മൾ വർക്ക് നിർത്തി ഇന്നത്തെ. അപ്പോൾ നമ്മൾ വീതി അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പോയിൻ്റ് ചെയ്യാനാണുള്ളത്. ഇത് കണ്ട, നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് പോയിൻ്റ് ചെയ്ത ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ പോയിൻ്റ് ചെയ്യലും അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണുള്ളത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഒരു 75% ക്ലിയറായി. ഐഷ്, ആ വെയിലിൻ്റെ നിഴലടിക്കുന്നുണ്ടോ വീടിൻ്റെ മുകളിൽ? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഗ്രാസ് കൂടി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെറ്റീരിയൽ വേറെ ആളെടുത്തത് കൊണ്ട് നമുക്ക് ഗ്രാസ് നമ്മളെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാസ് മാത്രം വിരിക്കാനും അത് നമ്മൾ സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ട് അതെടുത്ത് ആ വെയിലിൻ്റെ ആ ഒരു ആക്ഷൻ കാണാൻ, വീട്ടിലേക്ക് അടിക്കുന്ന ആ ഭംഗി കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വിരിച്ച് ഏകദേശം കഴിഞ്ഞു. ഇനി നാളെയോടുകൂടി നമുക്ക് ഫിനിഷിംഗ് ആണ്. പിന്നെ ഗ്രാസ് വെക്കാനാണ് ഉള്ളത്. ഗ്രാസ് കിട്ടാൻ 2 ദിവസം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി. കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടാ അവൻ്റെ ആ ഭംഗി കണ്ട, അവൻ ആ പൊങ്ങി വരുന്നതിൻ്റെ ഭംഗി കണ്ട, അതൊരു 1.5 ഭംഗിയുണ്ട് കേട്ടോ. നോക്കി, ഹൈഷ്, ഇരുട്ടാവട്ടോ ഇപ്പോൾ. വേഗം വീട് പിടിക്കാൻ നോക്കട്ടെ. കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്
ഫുള്ളായിട്ട് വിരിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാളെ വന്ന് ബാക്കിയൂടെ പോയിന്റ് ചെയ്ത് ഗ്രാസ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ക്ലിയറായി. കണ്ട എന്താ ചെയ്യണേ, അധ്വാനിച്ച് ജീവിക്കടാ